നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് 50+ ക്രൂഡ് അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്താണ് ഒരു സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ഓവറോൾ ഇതായിരുന്നു ഇത്ര ദിവസമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ അഭാവം തന്നെ സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്കിനി ബുള്ളിഷ്നെസ് ഉള്ളൂ. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല, ബട്ട് ഇത് പറഞ്ഞേക്കാം മേ ബി നമ്മൾ അന്ന് ലാസ്റ്റ് ഇത് പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഫോർത്തിൻ്റെ ഫോളാണോ ഇല്ല എന്ന്. മീൻസ് എ ബി സിയുടെ ഇത് 1 2 ഇത് 3 ഇത് 4th എന്നിട്ട് 5th വേറൊരു ഫോൾ കൂടി വരുമെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റിജക്ഷൻ പെർഫെക്റ്റ് നമ്മുടെ ഈ റെസിസ്റ്റൻസിനാണ് എടുത്തേക്കുന്നത്. ആ റിജക്ഷൻ ആ ഏരിയ ഏത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു? നമ്മുടെ ഈ ഒരു ലെഗിൻ്റെ 4th ബൗൺസ് ആണെങ്കിൽ യെസ് 4th ബൗൺസ് ആണെങ്കിൽ 50% ഏരിയ പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, യെസ് എക്സാക്ട്ലി 50% ഏരിയ റിജക്ഷൻ ഏരിയ ആയിരുന്നു. ആൻഡ് എക്സാക്ട്ലി ഇവിടെ റിജക്ഷൻ താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടുന്ന് ഇനി പ്രൈസ് താഴേക്ക് വരുമോ ഓർ മുകളിലേക്ക് പോകുമോ എന്നാണ് നോക്കാനുള്ളത്. കാരണം വെച്ചാൽ മേ ബി 5th ഫെയിലിയർ ആവാം, മോസ്റ്റ്ലി ഉണ്ടാവാറില്ല. ബട്ട് മീൻസ് മാർക്കറ്റ് ഇച്ചിരി കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്, പ്രോപ്പർ സ്ട്രക്ചർ ആവുന്നില്ല. ബിഗർ ടൈം ഫ്രെയിം സ്റ്റിൽ വീക്കാണ്, ബുള്ളിഷ്നെസ് ഒന്നുമില്ല. സൈൻ ഓഫ് ബുള്ളിഷ്നെസ് കാണിക്കുന്നുള്ളൂ. ഓവറോൾ ബുള്ളിഷ്നെസ് എപ്പോഴാണ് നമ്മൾ 61.80% അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ഓവറോൾ ബുള്ളിഷ്നെസ് ആവുള്ളൂ. ദാറ്റ് മീൻസ് 24,530 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാലോ ഓർ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാലും മതി, 50% അബവ്. സോ നമുക്ക് പറയാം പ്രൈസ് പ്രോപ്പർലി ഇനി ബുള്ളിഷ് ലിസ്റ്റിലേക്ക് മാറുവാണ്. ഈ ഒരു കറക്ഷൻ ഇവിടെ തന്നെ തീർന്നു, ഈ മുകളിൽ നിന്ന് വരുന്ന ഈ കറക്ഷൻ ഇവിടെ തന്നെ തീർന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിൽ സൈഡ് വേസ് ടു വീക്ക്നെസ് ആണെന്ന് പറയാം. ഈ ലൈൻ ഞാൻ ബ്ലാക്ക് ഡിലീറ്റ് ചെയ്യുന്നു, അത് എല്ലാവർക്കും അറിയാലോ എന്തായിരുന്നു ഇത്. ഇനി ഞാൻ ഈ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വരിക. സ്മോൾ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ഇനി ഇതാണ്. ഓക്കെ, പ്രൈസ് ഇവിടുന്ന് പോയി 15 മിനിറ്റ്സ് ടൈമിൽ 1 2 3 and 4 പ്രോപ്പർലി. ഓക്കെ, 4 ആണ് പ്രോപ്പർലി ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. 4ൻ്റെ സപ്പോർട്ട് ഏരിയ എക്സാക്ട്ലി 25,179 78 അതായത് അവിടുന്ന് പ്രൈസ് വീണ്ടും ഒരു റിജക്ഷൻ മീൻസ് താഴേക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. നാളെ ഇനി നോക്കാനുള്ളത് മസ്റ്റ് ഒരു ഏരിയ ആണ്. സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ വരികയാണെങ്കിൽ സപ്പോർട്ട് മീൻസ് ട്രയാങ്കിൾ പാറ്റേൺ ഇല്ല. ഇപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺ ഇല്ല, 333 കറക്ഷൻ ഇല്ല. സോ അത് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ കൺഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ബിലോ ഇനി വീക്ക് ആവുക. ഓക്കെ, ഇതിൻ്റെ ബിലോ ഇനി ഇതിൻ്റെ സപ്പോർട്ടാണ്, ഇതിൻ്റെ ബിലോ ഇനി വീക്ക്നെസ് തുടങ്ങുക. സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ വന്നിട്ട് ഒരു കാര്യം പറയാനുള്ളതാണ്. ഈ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട, ഇത് 1 2 3 A and B and C മീൻസ് പ്രൈസ് കൺഫ്യൂസിങ് ആണ്. 1 2 3 4 or 5 എന്ന് പറയാം. സോ അതിൻ്റെ ABC സ്ട്രക്ചറിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസിൽ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ എനിക്ക് കാണുന്നില്ല. ഞാൻ എപ്പോഴാണ് ഞാൻ ബുളിഷ് ആകും? 61.80% ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് ബുളിഷ് ലിസ്റ്റിലേക്ക് മാറാം. ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അബവ് റെസിസ്റ്റൻസ് ആൻഡ് ദെൻ 81.0. ഇൻ കേസ് പ്രൈസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 81.0% റിജക്ഷൻ സോണാണ്. ഓക്കെ, അവിടെ നിന്ന് റിജക്ഷൻ എടുത്ത് താഴേക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ കൺസോളിഡേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കൺസോളിഡേഷൻ 4th കൺസോളിഡേഷൻ ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ അടിപൊളി ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ആ ഒരു സിനാരിയോയിൽ പറയാനുള്ളത് എന്താണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ലേണിംഗ് ആണ് ഇത് പറയാം. ആ ഒരു സിനാരിയോയിൽ ഫസ്റ്റ് വേവ് ഇപ്പം നോക്കുകയാണെങ്കിൽ എത്ര പോയിൻറ്റ്സാണ്? 377 പോയിൻറ്റ്സ്. 380 കൂട്ടിക്കും. ഓക്കെ, ഫസ്റ്റ് വേവ്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എത്രയാണ്? തേർഡ് വേവ് 320 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഇനി ഫിഫ്ത്ത് വേവ് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. സോ 5th വേവ് നമ്മുടെ 280 ഓർ ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ തേർഡ് വേവിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. റൈറ്റ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ തേർഡ് വേവിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ഇനി 5th വേവ് ഉണ്ടാക്കാനുള്ളത്. സോ അത്രയ്ക്ക് നമുക്ക് ഇനി ചാൻസസ് ഉണ്ടാവും. മിനിമം എത്ര പോയിൻറ്റ്സാണ്? ഇത് 380 പോയിൻറ്റ്സ് ആണ്. ഇത് എത്ര? 320 പോയിൻറ്റ്സ്. അപ്പോൾ മിനിമം 320 പോയിൻറ്റ്സ് ആണെങ്കിലും ഇത് മെയിൻ റെസിസ്റ്റൻസ് അവിടെ തന്നെ വരുന്നുണ്ട്. സോ 320 പോയിൻറ്റ്സ് ആണെങ്കിലും ഇത്ര, അല്ലെങ്കിൽ 380 ആണെങ്കിൽ മുകളിലെത്ര, അത് മനസ്സിലാവുന്നുണ്ടോ? 380 ആണെങ്കിൽ എത്ര? സോ തേർഡ് വേവിൻ്റെ ഒപ്പം. സോ 1 അല്ലെങ്കിൽ തേർഡ് ഏതെങ്കിലും ഒപ്പം ആവണമല്ലോ. സോ 5th അങ്ങനെ ആകും.
സോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് എന്തായി അത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. പ്രൈസ് പിന്നെ ബുള്ളിഷ് ലിസ്റ്റിലേക്ക് മാറും. ഇഫ് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പ്രൈസ് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേഷൻ ആൻഡ് ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ബിലോട്ട് പോകാൻ പാടില്ല. ഇത് പോയാൽ പിന്നെ തീർന്നു, പിന്നെ വീക്ക്നെസ് തന്നെയാണ്. ഈ ലെവൽ പോയാൽ വീക്ക്നെസ് തന്നെയാണ്. പിന്നെ വീക്ക്നെസ്സിൻ്റെ അതിൻ്റെ ഫർദർ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. 61.80% ആൻഡ് 81.0% ആയിരിക്കും പിന്നെ നെക്സ്റ്റ് സപ്പോർട്ടുള്ളൂ. 61 നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇതുവരെ പെർഫെക്റ്റ്ലി വെല്ലല്ല, സ്റ്റിൽ ഫീവർ ഉണ്ട്, മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി സൗണ്ടിൽ ഇത് കുറവാണ്. സോ എന്തായാലും ഒത്തിരി പേർ താങ്ക് യു സോ മച്ച്. ഒത്തിരി പേർ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തായിരുന്നു ആൻഡ് പേഴ്സണലി മെസ്സേജ് ചെയ്തായിരുന്നു ഒത്തിരി പേർ. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ എക്സ്പ്ലനേഷൻ. ഒത്തിരി പേർ വെയിറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കില്ലായിരുന്നു. ക്രൂഡ് ഓയിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞായിരുന്നു, അത് ഇതാണ്. പ്രൈസ് അവിടെ നിന്ന് ഡബിൾ ടോപ്പ് ആൻഡ് പ്രൈസ് താഴേക്ക് വരുന്നു. ക്രൂഡ് ഓയിൽ 5 മൂവ്സിലാണ് മുകളിലേക്ക് പോയേക്കുന്നത്. ഓക്കെ, 1 2 3 4 and 5 ABC താഴേക്ക് പറഞ്ഞു. മേ ബി ഇനി ചാൻസസ് ഉണ്ട് ഇത് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് ക്രൂഡ് ഓയിൽ. ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് ക്രൂഡ് ഓയിൽ. ട്രയാങ്കിൾ ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. താഴത്തെ സപ്പോർട്ട്സ് ഏതാണ്? താഴത്തെ സപ്പോർട്ട് 4th സോ ക്രൂഡ് ഓയിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാകും. മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് 90% പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കുറച്ച് അപ്പ് ഡൗൺ കാണിച്ചുകൊണ്ടിരിക്കും. ഐ തിങ്ക് സോ അങ്ങനെ ഉണ്ടാവേണ്ടതാണ് ക്രൂഡ് ഓയിൽ. യെസ്, സോ 61.80% ആണ് ആസ് ഫോർ മീ സപ്പോർട്ട്. 81.0% ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ്സിലേക്ക് മാറാനുള്ള ചാൻസ് 50% ആൻഡ് 61.80% ടച്ച് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും. ഓക്കെ, ഡയറക്റ്റ്ലി വരണം, അല്ലെങ്കിൽ പതിയെ എവിടെയെങ്കിലും വരുമെന്ന് നോക്കാം. 81.0% ബ്രേക്ക് ആയാൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും. ഓക്കെ, സോ ഞാൻ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, പ്രൈസ് ഇതിൻ്റെ അകത്ത് ABCDE. ഓക്കെ, ABCD ഇതിൻ്റെ അകത്ത് തന്നെ കാണിച്ചാൽ പിന്നെ ബ്രേക്കൗട്ട് പറയുമ്പോൾ അടിപൊളി ബ്രേക്കൗട്ട് കിട്ടും. അത് ഫാസ്റ്റ് ആൻഡ് ജെന്യുവൻ മൂവുണ്ടാവും. ഇവിടെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ആ ഒരു തന്നെ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കട്ടെ. 81.0% ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ട്രയാങ്കിൾസിൻ്റെ ഒരു റൂള്. ഓക്കെ, ഈ ട്രെൻഡ് ലൈനും ഉണ്ട്, 2 ട്രെൻഡ് ലൈനാണ് വരുന്നത്. ഇത് ഇവിടുന്ന് താഴെ നിന്ന് ഇത്. ഓക്കെ, നോക്കിയിട്ട് ചെയ്താൽ മതി. മാനിഫ്റ്റി പോകാം. മാനിഫ്റ്റി പെർഫെക്റ്റ്ലി ഓക്കെ. ഇനി ഇതിൻ്റെ ബിലോ ബാങ്ക് നിഫ്റ്റി വീക്കുള്ളൂ. സ്മോൾ ടൈം ഫ്രീ മാത്രമേ എനിക്ക് പറയാനുള്ളതാണ് ഇതിനകത്ത്. ആൻഡ് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഇതാണ് 4th പ്രോപ്പർലി ബോത്ത് ഇൻഡെക്സിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ കൺസോളിഡേഷൻ ടൈം പാസ് ചെയ്ത് പിന്നെ ബ്രേക്കൗട്ട് തരുകയാണെങ്കിൽ ജെന്യുവൻ ബ്രേക്കൗട്ട്, അല്ലെങ്കിൽ സ്ലോലി മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ വീക്ക്നെസ് ഉണ്ടാവും. സ്ട്രെങ്ത് എപ്പോഴാണ് കിട്ടുക? 81.0% ഈ ലെഗിന് 4th ആണ്. 4th അങ്ങനെയാണ്. 4th 81.0% സിംഗിൾ 4th. ഓക്കെ, റെഗുലർ വ്യൂവേഴ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോ കാണുന്ന അപ്പോഴേ പിക്ചർ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറുതെ വേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. സെൻസെക്സ് പോകാം. നിഫ്റ്റിയുള്ള പോലെ തന്നെ നത്തിങ് എനിക്ക് പറയാനൊന്നും ഇല്ല ഇതിനകത്ത്. ഇനി ഇത് റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ലെവൽസ് നമ്മുടെ ആക്റ്റീവ് ആകും. വീക്ക്നെസ് 81.0% ബിലോ ബ്രേക്ക് ആയ വീക്ക്നെസ്. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഒരു സിനാരിയോ പിന്നെ 5th എൻറ്റേർഡ് ആയി എന്ന് പറയാം. 5th ഫെയിലിയർ ആണെങ്കിൽ ഇവിടുന്ന് മാത്രമേ 5th ഫെയിലിയർ ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, 5th ഫെയിലിയർ നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ 81.0% ആണ് ഫെയിലിയറുടെ റേഷ്യോ. റൈറ്റ്, അതിൻ്റെ ഫുൾ വീഡിയോ അപ്കമിങ് ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സപ്പോർട്ട് സോണായി റെസിസ്റ്റൻസായി ഇവിടെയും ഇതിൻ്റെ 81. ഫർദർ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇനി ഈസിലി മാർക്ക് ചെയ്യുക. എങ്ങനെയാണത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഫർദർ റെസിസ്റ്റൻസ്. ഓക്കെ, 127 and 161.80% ഇങ്ങനെയൊക്കെ ഈസി എല്ലാവർക്കും ഇപ്പോൾ മാർക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഫർദർ റെസിസ്റ്റൻസ്. നിഫ്റ്റി മിഡ് ക്യാപ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി സഡൻലി ഫാസ്റ്റ് തിരിച്ച് കണ്ട. ആ റെസിസ്റ്റൻസിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഇത് കണ്ട, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യും പ്രോപ്പർലി ആയിട്ടുള്ള ലൈൻ. അതിന് കോപ്പി എടുത്ത് താഴേക്ക് കിട്ടാം. അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നു.
ഇനി ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ്ലി മുകളിലേക്ക് കയറുവാണെങ്കിൽ വെരി ഗുഡ്, ദാറ്റ് മീൻസ് പ്രൈസ് അകത്തായി. ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തുടങ്ങി ദെൻ അടിപൊളി ബ്രേക്ക് ഔട്ടും ആയി എന്ന് പറയാം. അതാണ് എലിയറ്റ് വേവ് തിയറി. ഓക്കെ, എല്ലാത്തിനും ഇത് ആയിട്ടുണ്ട് ഐ തിങ്ക്. സോ ബാക്കി എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ തരാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റണം. താങ്ക് യു സോ മച്ച്.